മലയാള സിനിമയിൽ അടുത്തതായി ഒരു സൂപ്പർ സ്റ്റാർ പിറവി എടുക്കുകയാണെങ്കിൽ അത് ദുൽഖർ സൽമാനായിരിക്കും. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരാൻ മടിച്ചിരുന്ന കാലത്ത് 2021 അന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയെ കുഞ്ഞാലിമരക്കാർ പോലും OTT വിൽക്കാൻ പറ്റുന്ന സമയത്താണ് ദുൽഖർ സൽമാൻ തൻ്റെ സിനിമ കുറുപ്പ് തിയേറ്ററിലിറക്കി പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിച്ചത്. ആ സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് കുഞ്ഞാലിമരക്കാർ വരെ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ മോഹൻലാലും പ്രിയദർശനും തീരുമാനിച്ചത്. എന്നാൽ 2024 കിങ് ഓഫ് കൊത്ത് എന്ന സിനിമ ദുൽഖർ സൽമാൻ വൻ തിരിച്ചടിയായിരുന്നു. അതിനുശേഷം ദുൽഖർ സൽമാൻ്റെതായി മലയാള സിനിമകളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്നതാണ് ഐ ആം ഗെയിം. മറ്റൊരു യൂത്ത് നടനും അവകാശപ്പെടാനില്ലാത്ത ഒരു സ്റ്റാർഡമാണ് ദുൽഖറിനുള്ളത്. ഫാൻ ബേസിൻ്റെ കാര്യം എടുത്താലും ക്രൗഡ് പുള്ളറിൻ്റെ കാര്യം എടുത്താലും ഒരു സിനിമ ഇറങ്ങിയാൽ ആ സിനിമ നേടുന്ന മിനിമം ഇനീഷ്യൽ കളക്ഷൻ്റെ കാര്യം എടുത്താലും അതിൻ്റെ ഒരു ഫൈനൽ ഗ്രോസ് എടുത്താലും മറ്റൊരു നടനും ദുൽഖറിനോട് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പാൻ ആക്ടർ എന്ന് വിശേഷിപ്പിക്കാവുന്ന നിലവിലെ ഏക നടൻ ദുൽഖർ സൽമാനാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ദുൽഖർ സൽമാൻ്റെ സിനിമകൾക്ക് കിട്ടുന്ന ഒരു സ്വീകരണവും ദുൽഖർ സൽമാൻ്റെ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു കളക്ഷനും മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്ത ഒന്നാണ്. മലയാള സിനിമയെ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ നിലവിൽ ഇവിടെ ദുൽഖർ മാത്രമേ ഉള്ളൂ. സിനിമയിൽ നിലവിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും സുരേഷ് ഗോപിയുമാണ്.